ഹായ് ഓൾ, ലിറ്റിൽ ഫാമിലി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് റോബസ്റ്റ ബനാനയും കൊണ്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഈസി റെസിപ്പിയാണ്, ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൊള്ളാം, അമ്മയ്ക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഹൽവയൊക്കെ ഉണ്ടാക്കി തരാനൊക്കെ അറിയാം. അത് പിള്ളേരും പറയട്ടെ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിട്ട് വേണം. ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ വാ, നമുക്ക് ഹൽവ ഉണ്ടാക്കാം. നമുക്ക് ഇതുപോലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ തയ്യാറാക്കാം. അതിനോട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 റോബസ്റ്റ പഴമാണ്. അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് ശർക്കര കട്ടയായിട്ട് ഇങ്ങനെ പൊടിച്ചതുപോലെ ഇത് നമ്മൾ പൊടിയാക്കിയിട്ട് ആണ് എടുക്കുന്നത്. ഇതൊരു 1/2 കപ്പ് ശർക്കര മാത്രമേ ഉള്ളൂ. 4 റോബസ്റ്റ പഴത്തിന് 1/2 കപ്പ് ശർക്കര തന്നെ ധാരാളമാണ്. പഴത്തിനുള്ളൊരു മധുരം ഉള്ളതുകൊണ്ട് ഒത്തിരി ശർക്കരയുടെ ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഒരു 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചും എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു പഴം നമുക്ക് മിക്സിയിലേക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കാഷ്യൂനട്ട്, ഞാൻ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ടാണ് മേടിച്ചേക്കുന്നത്. റോസ്റ്റ് ചെയ്തല്ലെങ്കിൽ നമുക്ക് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാനിലേക്ക് നമുക്ക് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഉരുക്കിയെടുക്കുകയാണ് നെയ്യ്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന റോബസ്റ്റ ബനാന ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്താൽ മതി. ചിലപ്പോൾ ഇത് അടി പിടിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ഇത് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ മതി. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്തേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. 1/2 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത് പൊടി. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പാനിയാക്കി എടുക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാനിയാക്കാം. പെട്ടെന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേറെ വഴി കൂടെ ഒന്നും പോകില്ല. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ നേരം ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാനിയായി കിട്ടും. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു ബനാന നെയ്ക്കകത്ത് മിക്സൊക്കെ എടുത്തില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി. ഇനി ചെയ്യാൻ നേരം ലോ ഫ്ലെയിമിൽ കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ആക്കണം. ഒരു മടിയും കൂടാതെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ലതായിട്ട്, ഞാൻ പറയാതെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നല്ലതായിട്ട് മിക്സ് ആക്കുക. നമുക്ക് ഈ പാനിൽ നിന്ന് ഇയാൾ വിട്ട് വരുന്ന രീതിയിലാക്കണം ഇത്. അതിൽ ഏത്തക്കായും ശർക്കരയും കൂടെ നല്ലതായിട്ട് ഇതിനകത്ത് ലയിച്ച് കിട്ടണം. അതാണ് നമ്മൾ മെയിൻ പർപ്പസായിട്ട് ചെയ്യേണ്ടത്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച്. ഉണ്ടോ? അപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കണ്ടോ, ഇത് വിട്ട് വരുന്ന പോലെ കിട്ടും. ഇത് നമ്മൾ പാനിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്നുണ്ടോ? ഈ ഒരു പരുവത്തെ കറക്റ്റായിട്ട് ആക്കി എടുക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ അത്രയും കാര്യങ്ങൾ റെഡിയായി. എന്നിട്ട് നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതുമല്ല, സ്മെല്ലും ടേസ്റ്റും എല്ലാം കൂടി കിട്ടും. അപ്പോൾ അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ കാഷ്യൂനട്ട് നമ്മൾ റോസ്റ്റ് ചെയ്താൽ മേടിച്ചേക്കുന്നത്. റോസ്റ്റ് ചെയ്തല്ലെങ്കിൽ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ഇനിയും ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സാക്കി ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് മാറ്റി വെക്കുന്നതിന് മുമ്പ് ബൗളിൽ നമുക്ക് നെയ്യ് താഴെയും സൈഡിലും ഒന്ന് തൂത്ത് കൊടുക്കണം. കാരണം ഇതൊരു 5 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടിയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി കിട്ടണം. ഇതിന് ശേഷം മാത്രമേ എടുക്കാവൂ. മിനിമം ഒരു 5 മണിക്കൂറേലും വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. എന്നിട്ട് നമുക്ക് ഒരു കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഐറ്റമാണ്. ഉറപ്പായിട്ടും കുക്ക് ചെയ്യാൻ നോക്കുക. മിനിമം ഒരു 5 മണിക്കൂർ ഇത് വെക്കണം കേട്ടോ. ഇത് താഴെ നെയ്യ് തേച്ചിട്ട് ഇത് വെക്കാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ചെല്ലേ.
താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.